ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പരമപ്രധാനമായ കാര്യം കേരളത്തിൽ നിന്ന് ഇതുവരെ തലയെടുപ്പുള്ള ജനകീയതയുള്ള ഒരാളെയും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. ഇനി ടോം വടക്കൻ അങ്ങോട്ട് പോകുമ്പോൾ അത് ഒരു വലിയ നഷ്ടമായി CPM കരുതുകയാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പോലും ഇല്ലാത്തൊരു അവകാശവാദം പുറമേ നിന്ന് നടത്തേണ്ട ഇതെന്തിനാണ്? നിങ്ങളുടെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ നാളെ BJP-ക്കാരാകും എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് ബലമേകാൻ പറ്റുന്ന ഒരു നല്ല കരുവാണോ ടോം വടക്കൻ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കണ്ടു. പറഞ്ഞില്ലേ ഞങ്ങൾ നേരത്തെ BJP-യുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കോൺഗ്രസ് എന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വലിപ്പം ടോം വടക്കന് നിങ്ങൾ ഇതുവരെ കൽപ്പിച്ച് നൽകിയിരുന്നോ? അല്ല, ടോം വടക്കൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനങ്ങളിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പിന്നീട് BJP ആയിട്ട് മാറിയിട്ടുള്ള ചിത്രം കഴിഞ്ഞ പ്രാവശ്യം തന്നെ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള MP-മാരായ BJP-ക്കാരിൽ ഒരു വലിയ വിഭാഗം, ഏതാണ്ട് ഒരു 40-45% ആളുകൾ പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് നല്ലതുപോലെ സർവേ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വേണുവിനത് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഒരു 40-45% ആളുകൾ ഇപ്പോഴുള്ള MP-മാരിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ പൊതുവേദികളിലൊക്കെ പറയുന്ന ഒരു കണക്കുണ്ട്. പറയാൻ സാധിക്കാത്ത ഏതാണ്ട് 110ഓളം MP-മാർ മുൻപ് കോൺഗ്രസ്സുകാരായിരുന്നവരാണ് ഇപ്പോൾ BJP MP-മാരായിരിക്കുന്നത്. രാജ്യത്താകമാനമുള്ള MLA-മാരുടെ കണക്കെടുത്താൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാറി BJP-യിലേക്ക് എത്തിയ 300ഓളം MLA-മാരുണ്ട് എന്നും ശ്രീ കോടിയേരി പറയുന്നു. അങ്ങേക്ക് തുടരാം സാർ. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് MP-മാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാലും MLA-മാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാലും പൂർണ്ണമായിട്ടും പഴയ കോൺഗ്രസ്സുകാർ BJP ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഗൗരവപൂർവ്വം ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് കോൺഗ്രസും BJP-യും തമ്മിൽ വർഗപരമായ ഒരു വ്യത്യാസമില്ല. അതാ പച്ച മലയാളം. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനോ ഇവരുടെ അർത്ഥശാസ്ത്രപരമായ സമീപനങ്ങൾക്കോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും മുദ്രാവാക്യങ്ങൾക്കോ ഒരു വ്യത്യാസമില്ല. ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗം പോലെ RSS ഉൾക്കൊള്ളുന്ന BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് അതിർ വരമ്പില്ല എന്ന് മാത്രമല്ല, അതിർ രേഖ പോലും ഇല്ല. ഇന്ന് കോൺഗ്രസ് ആയവർക്ക് നാളെ BJP ആവാം, ഇന്ന് BJP ആവർക്ക് നാളെ കോൺഗ്രസ് ആവാൻ. പക്ഷേ അങ്ങനെ ആവുന്നില്ല എന്ന് മാത്രമാണ്. പ്രധാനമായിട്ടും BJP-യിലേക്കാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു മതനിരപേക്ഷ ഗവൺമെൻറ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ മതനിരപേക്ഷത ഉൾക്കൊള്ളുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് പോലും ആവുന്നില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ എന്താ? ന്യൂനപക്ഷ പ്രീണനം എന്ന നിലപാട് കൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നത് എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചു. ഇവിടെ അയോധ്യയിൽ തർക്കഭൂമി എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലം, ആ സ്ഥലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാലാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലാണ് രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ഇന്നേ വരെ ഒരു കോൺഗ്രസ് നേതാവും തിരുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആദ്യം BJP-യെ A ടീമായിട്ടും അതിൻ്റെ B ടീം എന്ന രീതിയിലാണ് കോൺഗ്രസിനെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ A ടീമും A+ ടീമും ഒക്കെ ആയിട്ട് കോൺഗ്രസും BJP-യും ഒപ്പം തന്നെയാണ്. അതിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു വ്യത്യാസവും അവർക്കില്ല. വർഗീയ നിലപാടിൻ്റെ അകത്ത് കൃത്യമായ നിങ്ങളുടെ പൊതുവിമർശനമാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി നിലയിൽ നിങ്ങൾ മറുപടി പറയേണ്ട ചോദ്യം ഇവിടെ ഉയർന്നു വരികയുണ്ടായി. ഇപ്പോൾ കശ്മീരിൻ്റെ കാര്യമെടുത്താൽ അവിടെ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്കൊരൊറ്റ അംഗമേ ഉള്ളൂ, തരിഗാമി. പക്ഷേ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്, അതിൻ്റെ ശക്തി, അത് കേന്ദ്ര നേതൃത്വം വരെ പല ഘട്ടങ്ങളിലായി ഉദാഹരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരാൾ പോലും പ്രധാനമാണ് ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ നിങ്ങളെ സംബന്ധിച്ച്. അത് അപ്പോൾ ബംഗാളിലും ബാധകമാകണമല്ലോ. അവിടെയാണ് വിഷ്ണുവിൻ്റെ ചോദ്യം. ബംഗാളിലെ നിങ്ങളുടെ MLA ഖർഗേൻ മുർമു എന്തിന് BJP-യിലേക്ക് പോയി? അല്ല, അത് പ്രത്യേകമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് പരിശോധിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞോളൂ സർ. വേണു ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ആരെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
കേരളത്തിലെ മാർക്സിസ്റ്റുകാരൻ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആരെ പറ്റിയാണ് പറഞ്ഞത്? വീട് കേട്ടല്ലോ നേരത്തെ പറയുന്നത്. അല്ല, മാർക്സിസ്റ്റുകാരനല്ല പറഞ്ഞത്, നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്ന കണ്ണന്താനം ഇപ്പോൾ BJP മാർക്സിസ്റ്റ് തന്നെയാ പറഞ്ഞത്. ആ ഒരു വാക്കിൽ പിടിക്കണ്ട. മാർക്സിസ്റ്റ് തന്നെയാ പറഞ്ഞത്. ആ മാർക്സിസ്റ്റ് അങ്ങനെയുള്ള മാർക്സിസ്റ്റ് ആണ് എന്നുള്ളത് നോക്കേണ്ടിയുണ്ട്. ശരി, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു MLA, 2 MLA, ഒരു MP, ഇത്ര MP, അതിനേക്കാളൊക്കെ പ്രാധാന്യം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ 9 പേരല്ലേ ഉള്ളൂ. അപ്പോഴും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഇടത് രാഷ്ട്രീയം അത് മതേതരത്വത്തിൻ്റേതാണ്. അത് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിശ്വാസയോഗ്യമായ ഒരു സാധ്യതയാണ് ഇടതുപക്ഷം. ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ പറയുന്ന പാർലമെന്റിലെ ബലം വെച്ചുകൊണ്ടല്ല അത് പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ബലം വെച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ബംഗാളിൽ ഈ മുർമുവിനെ തൽക്കാലം വിടൂ, ഒരു പ്രത്യേക കേസ് എന്ന നിലയിൽ അത് പരിശോധിക്കേണ്ടതാണ് എന്നങ്ങ് പറയുന്നിടത്ത് ഞാനും വിടാം. അതിനേക്കാൾ പ്രധാനമല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ അണികളും ഒന്നായി ഒലിച്ച് TMC ആകുന്നതും ബാക്കി നിന്ന ഭാഗം ഈ പറയുന്ന രക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിന്നാലും സാധ്യതയില്ല എന്നതുകൊണ്ട് BJPയിലേക്ക് ഒലിച്ചു പോയതും, അവിടെ 3ഉം 4ഉം സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ സ്വസ്ഥമായതും. അപ്പോൾ MLAമാരുടെയും MP മാരുടെയും പോക്കിനേക്കാൾ ഗൗരവതരമാണല്ലോ അണികൾ ഒന്നാകെ കുത്തൊലിച്ച് ഒഴുകിപ്പോകുന്നു എന്ന് പറയുന്നത്. ത്രിപുരയിലും ഇത് തന്നെയാണല്ലോ സംഭവിച്ചത്. അതിൻ്റെ ഗൗരവത്തെ നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു? ഒരു വശത്ത് BJPയും മറുവശത്ത് TMCയുമാണ് അത് സൃഷ്ടിച്ചത്, ബംഗാളിലായാലും ത്രിപുരയിലായാലും. ബംഗാളിലെ CPIMൻ്റെ പിന്നോക്കം പോക്ക് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് വളരെ ഫലപ്രദമായി പ്രതിരോധിച്ച് പാർട്ടിയെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടിയുണ്ട്. ആ കൊണ്ടുവരണം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ കോൺഗ്രസിനും ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനും ചെയ്തുകൂടെ? കോൺഗ്രസിന് അവിടെയും ഇവിടെയും എണ്ണിയെടുക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നാളെ BJP ആകാൻ പോകുന്ന ഒന്നാണ് എന്ന് നിർവചിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു വ്യാഖ്യാനവും സാധ്യമാകുമെങ്കിൽ അത് വിഷ്ണുനാഥ് അങ്ങനെ തന്നെ വിഴുങ്ങണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അതല്ല ഞാൻ എന്നെ പറയാൻ അനുവദിക്കണം വേണു. ഇല്ലെങ്കിൽ പിന്നെ വിഷ്ണുവും അതുപോലെ തന്നെ BJPക്കാരും മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. എനിക്ക് പ്രശ്നമില്ല. പറയൂ സാർ. എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ കേൾക്കണം. പറഞ്ഞോളൂ സാർ. പറയട്ടെ. അതായത് ബംഗാളിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പിന്നോക്കം പോക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളത് കാണുക തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വിവിധ വർഗ ഭോജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ബംഗാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ശക്തമത്തായൊരു പ്രസ്ഥാനം ബംഗാളിൽ രൂപപ്പെട്ട് വരികയാണ് എന്ന കാര്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള മഹാറാലി അവിടെ വിളിച്ചോതുന്ന ഒരേറ്റവും പ്രധാനപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലായിരുന്നു. പിന്നെ ത്രിപുരയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, ത്രിപുരയിൽ എന്താ ഉണ്ടായത്? 36% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1.6% വോട്ടിലേക്ക് ചുരുങ്ങി, ബാക്കിയെല്ലാം കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്നു എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റിംഗ് MLAമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വ നിര മുഴുവൻ BJPയോടൊപ്പം ചേർന്ന് പോകുന്ന സ്ഥിതിയാണ് ബംഗാളിലുണ്ടായത്. ഞങ്ങൾക്ക് 45% വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. CPIMന് 45% വോട്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ത്രിപുര വിശകലനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന കാതലായ ഒരു പിഴവ്, കോൺഗ്രസ് എന്ന് പറയുന്ന ത്രിപുരയുടെ കാര്യത്തിൽ അവർ കോൺഗ്രസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ വേഷം മാറി അപ്പുറത്തേക്ക് പോവുകയായിരുന്നില്ല. അവർ മത്സരിക്കുന്നത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളായാണ്. അങ്ങനെയാണ് വിജയിച്ചു വരുന്നത്. അവിടെ നിങ്ങളാണ് രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തേണ്ടിയിരുന്നത്. ഒരു പ്രതിപക്ഷത്തിന് ആ പ്രതിപക്ഷത്തിന്റെ പങ്ക് വഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ഭരണകക്ഷി അവകാശപ്പെടുന്നത് പോലെ പരിഹാസ്യമായ നിലപാട് എന്താണ്? ഞങ്ങൾക്ക് തുടർന്നും ഭരിക്കാൻ വേണ്ടി കോൺഗ്രസ് ക്ഷീണിച്ചു തന്നെ നിൽക്കണമായിരുന്നു. അവരെന്തിനാണ് ഞങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒറ്റയടിക്ക് BJPക്കാരായി അങ്ങനെ BJP എന്ന നിലയിൽ അധികാരം പിടിച്ചത്? ഇതൊരു പരിദേവനമാണ്. വേണു, മാർക്സിസ്റ്റ് വിരുദ്ധത മൂത്താൽ ഇങ്ങനെ പറയാൻ പാടില്ല. എന്താ കാരണം എന്നറിയാം? നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ടായിരിക്കും. കോൺഗ്രസ്സിന് 36% വോട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് BJP വില കൊടുത്ത് വാങ്ങി ഉൾപ്പെടെ, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്, വില കൊടുത്ത് വാങ്ങിയത് ഉൾപ്പെടെ MLAമാരെ, സിറ്റിംഗ് MLAമാരെയും മുൻ MLAമാരെയും ഉൾപ്പെടെ എല്ലാവരെയും വിലക്ക് വാങ്ങിയിട്ട് അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് നോക്കിയപ്പോൾ 1.6% വോട്ട് മാത്രം ഒരു പാർട്ടിക്ക് കിട്ടുന്നു, കോൺഗ്രസിന്. ആ കോൺഗ്രസിന്റെ ആളുകൾ വോട്ട് ചെയ്താണ്.
ഈ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്? അതൊന്നും ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ സത്ത അങ്ങ് മനസ്സിലാക്കാതിരിക്കുന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്നു. ഇവരെല്ലാവരും കോൺഗ്രസ് ആയി ജയിച്ചു വന്ന് പിന്നെ മറുകണ്ഠം ചാടിയതല്ല. നിങ്ങൾ ജനങ്ങളിലേക്ക് പോയി ഈ കാര്യം അടക്കം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളിലേക്ക് പോയത്. അവിടെ രഹസ്യമായ വോട്ടെടുപ്പല്ലല്ലോ നടന്നത്. ആരൊക്കെ ഏതൊക്കെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ലേ ജനങ്ങളെ നേരിട്ടത്. ജനങ്ങൾ നൽകിയ വിധിയുടെ ഭാഗമായിട്ടല്ലേ അവിടെ ആ ഭരണമാറ്റം ഉണ്ടായത്. അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ കോൺഗ്രസ് അങ്ങോട്ട് വേഷം മാറിയോ BJP ഇങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ജനവിധിയാണ് പരമപ്രധാനം. ഞാൻ അങ്ങയിലേക്ക് വരാം.